ഹലോ കൂട്ടുകാരെ, മൂത്ത ആൾ വിമല ഹൃദയ സ്കൂളിൽ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പം ഒളിമ്പിക്സിനെ ആസ്പദമാക്കിയിട്ട് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ. അപ്പം നമുക്ക് 1988 ടോർസിലേറ്റാണ് നമുക്ക് ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ ആദ്യമേ തന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ക്യാഷ് കൂടുതൽ ചിലവാക്കിയിട്ടൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പം ബേസിക്കലി ഞാനൊരു പ്ലംബർ ആയതുകൊണ്ട് അവിടെ കുറച്ച് പൈപ്പും തുണ്ട് കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള ഐഡിയ ആദ്യമൊക്കെ ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പിന്നെ എന്തായാലും എല്ലാം കൂടെ പറക്കി കൂട്ടിയിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു. ഈ 1.5 ഇഞ്ച് പൈപ്പും 1 ഇഞ്ച് പൈപ്പും എല്ലാം കൂടെ ഒക്കെ ജോയിൻ്റ് ചെയ്ത് ആ ഷേപ്പിലൊന്നും ആക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കി. നോക്കിയപ്പം കുറേശ്ശെ ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കപ്ലിംഗ് ഒന്നും മേടിക്കാൻ ക്യാഷ് കളയാതെ കുറച്ച് ആ മേൽഭാഗം കുറച്ച് വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി നമ്മൾ 1.5 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തേക്ക് 1 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാക്കിക്കൊണ്ട് തുണി വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തപ്പം ആ ഷേപ്പായിട്ട് കിട്ടി. അപ്പോൾ ഈ വലിയ തുണ്ട് പീസൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ചെറിയ പീസുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സിൽ വരുന്ന ചെറിയ ഒരു ഫ്ലാഞ്ച് ഉണ്ടായിരുന്നു. ആ ഫ്ലാഞ്ച് എടുത്ത് നമുക്കൊരു കപ്പായിട്ട് ചെറിയ കപ്പായിട്ട് യൂസ് ചെയ്തു. ഏറ്റവും അടിയിലിട്ടൊരു ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പായിട്ട് ആ ഫ്ലാഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ കപ്പ് കിടപ്പുണ്ടായിരുന്നു നമുക്കിവിടെ വീട്ടിൽ. അത് കുറച്ച് പൊട്ടിയതായിരുന്നു, എന്നാലും അതെടുത്ത് നമ്മൾ ഏറ്റവും ടോപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് അത് പറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ കാണാതെ നമ്മളൊന്ന് ഗ്യാസ് കത്തിയൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് ചൂടായി കൈക്ക് പൊള്ളാതെ ശ്രദ്ധിക്കണം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ. ഇപ്പോൾ ഒരു ചെറിയ മനസ്സിൻ്റെ സുഖമൊക്കെ കിട്ടി. നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്, ഒന്ന് കയ്യിലൊന്നും കൊണ്ട് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ആ മഗ് എടുത്ത് കട്ട് ചെയ്യുന്നത് നല്ല ടാസ്ക്കായിരുന്നു. കാരണം അത് പൊട്ടിയതായിരുന്നു നോർമലി തന്നെ. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വെള്ള ടേപ്പില്ലേ, ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന വെള്ള ടേപ്പ്, അപ്പം അത് ചുറ്റിയെടുത്തു. കാരണം അത് സൈഡിലൊക്കെ ഇരിക്കുന്ന ചെറിയ വിസിൽസൊക്കെ ഉണ്ടെങ്കിൽ കൈ മുറിയുമല്ലോ, അതിനായിട്ടായിരുന്നു. പിന്നെ നമ്മൾ ചിലവാക്കിയെന്ന് പറഞ്ഞാൽ 110 രൂപ എടുത്തൊരു ചെറിയ ഗോൾഡൻ പെയിൻറ്റ് മേടിച്ചു, ചെറിയ സാമ്പിൾ ടിന്ന്. അത് മേടിച്ചിട്ട് നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. അപ്പം മുഴുവനായിട്ട് അങ്ങോട്ട് അടിച്ചിട്ടും ആ ഒരു പേപ്പറിൻ്റെ മേളിലേക്ക് പെയിൻറ്റ് അടിച്ചപ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മളവിടെ ഈ പാവലിനും പടവലത്തിനൊക്കെ ഈ പന്തലിടാൻ പറ്റുന്ന കയറുണ്ടായിരുന്നു, റോപ്പ്, മഞ്ഞ റോപ്പ്. പിന്നെ മഞ്ഞ റോപ്പ് എടുത്ത് നൈസായിട്ട് അങ്ങ് ചുറ്റി ഇതിൻ്റെ മേളിലേക്ക്. അപ്പോഴാണ് നമ്മുടെ ആൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു വന്നത്. ഭയങ്കര മടിച്ചാണ്, എന്നാലും കൂടെ വന്നിരുന്ന് കുറച്ചുകൂടെ ചെയ്തു. അങ്ങനെ ചുറ്റി നമ്മളെ മെനക്കെടുത്താനാണ് ഈ പണി മൊത്തം. കാരണം അത് ചുറ്റുക എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയുള്ള പണിയാണ്, ഇത് ചുറ്റി വരിഞ്ഞെടുക്കുക എന്നുള്ളത്. അത്രത്തോളം നമ്മുടെ കൈ ചൂടാവും. പ്ലാസ്റ്റിക്കിനകത്ത് നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ കൈ ചൂടാവും, കൈ കഴുകി അങ്ങനെ കുറേ ചെയ്യണം. പിന്നെ കുറച്ച് നേരം നമ്മുടെ ഭാര്യയും കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ തന്നെ അതങ്ങ് ഏറ്റെടുത്തു. കാരണം ഇത് നമ്മുടെ ടൈം വേസ്റ്റായി പോകുന്നതല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ നന്നായിട്ട് ചുറ്റിയെടുക്കാൻ കുറേ സമയം എടുത്തു കേട്ടോ, നന്നായി ചുറ്റിയെടുക്കാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്കുന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാനേ പറ്റില്ല. കാരണം ആ ദിവസം വൈകുന്നേരം തുടങ്ങിയ പണിയാണ്. കാരണം പിറ്റേ ദിവസം നമുക്ക് രാവിലെ അത് സബ്മിറ്റ് ചെയ്യാൻ വേണം. പിന്നെ കുറച്ച് നമ്മുടെ പാവക്കുട്ടിയുടെ കുറച്ച് പഴയ ഒരു പാവക്കുട്ടി കിടന്ന് അതിൻ്റെ അകത്ത് കീറി കുറച്ച് റെക്കോർഡ് എടുത്തു, ആ കപ്പിൻ്റെ മേളിലായിട്ട് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ തന്നെ സ്റ്റിക്കർ നമ്മൾ പോയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കറിനെ നന്നായി കട്ട് ചെയ്തു അതിനകത്ത് നൈസായിട്ട് കട്ട് ചെയ്തു. ഈ സ്റ്റിക്കർ കട്ട് ചെയ്തത് നല്ല പണിയാണ്. ചെറിയ സ്റ്റിക്കർ ആയതുകൊണ്ട് ഒരു ചെറിയ കത്രികയൊക്കെ എടുത്ത് അതിനെ കട്ട് ചെയ്ത് നന്നായി, അത് സൈഡൊന്നും കട്ടായി പോകരുത്, അത് നന്നായി കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചപ്പം മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 2 ദിവസത്തെ കഷ്ടപ്പാടാത്, ഫുൾ ടൈം ഇല്ലെങ്കിൽ പോലും നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു, നിങ്ങൾ തീരുമാനിക്കാം നന്നായിട്ടുണ്ടോ ചീത്തയായിട്ടുണ്ടോ എന്ന്. പിന്നെ ഇത് സ്കൂളിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഒരു സിസ്റ്ററിൻ്റെയൊക്കെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കാണുമ്പോഴാണല്ലോ നമുക്കൊരു മനസ്സിൻ്റെ സുഖം കിട്ടുക. നമ്മൾ ഇത്രയും ചെയ്തല്ലോ എന്നൊരു സിസ്റ്റർ പറയുകയും ചെയ്തു നമ്മളോട്, നിങ്ങൾക്ക് ഇത്രയും സാധിച്ചല്ലോ എന്നുള്ളത്. പിന്നെ നമ്മുടെ കൂടെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ഭാര്യ ഉണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, ആൺകുട്ടി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കുഞ്ഞുവാവൻ.
നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.